ഇന്ന് നമ്മൾ കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് ആർദ്രം മിഷനാണ് കവർ ചെയ്യുന്നത്. ആർദ്രം മിഷൻ നിങ്ങൾക്കറിയാം, ഇതിനോടകം തന്നെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എക്സാംസ് ആണെങ്കിലും ശരി, 10th 12th എക്സാംസ് ആണെങ്കിലും ശരി, ഒരു ഫേവറേറ്റ് ഏരിയ ആണ് കേരള PSCയുടെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആർദ്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കുക. ആർദ്രം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ചില പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആർദ്രത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, വെരി ഫസ്റ്റ് പോയിന്റ്, ആർദ്ര മിഷനുമായിട്ട് നിങ്ങൾ അറിയേണ്ടത് നവകേരള മിഷൻ. നവകേരള മിഷന്റെ 4 മിഷൻസ് ആണ് നവകേരള മിഷന്റെ കീഴിലുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ആർദ്രം മിഷൻ. അപ്പം മറ്റ് 3 മിഷൻസ് ഏതൊക്കെയാണ്? ലൈഫ് മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹരിത കേരളം ഉണ്ട്, പിന്നെ സമഗ്ര വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട മിഷനുണ്ട്. ഇങ്ങനെ 4 മിഷൻസ് അടങ്ങിയതാണെന്ത് നമ്മുടെ നവകേരള മിഷൻ എന്ന് പറയുന്നത്. അതിലൊന്നാണെന്ത് ഈ ആർദ്രം മിഷൻ എന്നുള്ളത്. ഇത് മിക്ക ഒബ്ജക്റ്റീവ് എക്സാംസിലും, അതായത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിലും ശരി, പ്രിലിംസ് ആണെങ്കിലും ശരി, മെയിൻസ് ആണെങ്കിലും ശരി, പ്രസ്താവനകളായിട്ട് ഈ പോയിന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബാക്കി പോയിന്റ്സോടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് 2017 ഫെബ്രുവരിയിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ആർദ്രം മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ദ പബ്ലിക് ഹെൽത്ത് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2030. കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയെ സമഗ്രമായി പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഈ ആർദ്രം മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഫോളോയിങ് ഇൻ ലൈൻ വിത്ത് SDG ഗോൾസ്. അതും ചോദ്യമായിട്ട് വരും, ഏത് SDG ഗോൾസ് ആണെന്നുള്ളത് മറക്കരുത്. SDG ഗോൾ 3 ആണ് ചോദ്യത്തിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. SDG 4 എന്നും SDG 5 എന്നും ഒക്കെ തരും. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് പോയിന്റ് ഓർത്തിരിക്കുക. SDG 3 എന്താണ്? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. ഓക്കെ, ഇനി പെട്ടെന്ന് ആർദ്രം മിഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കുക. പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള OP സർവീസ്, ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഫീച്ചറാണ്. റീ എഞ്ചിനീയറിംഗ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇൻറ്റു ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്. എന്താണ് അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം PHC ടു FHC? ഓക്കെ, സാധാരണ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് 9 തൊട്ട് 2 മണി വരെ ആണെങ്കിൽ ഇതിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് സമയം 9 മണി തൊട്ട് ഈവനിങ് 6 മണി വരെ പോകും. മിനിമം ഡോക്ടേഴ്സിന്റെ എണ്ണം 3 ആകും. ഓക്കെ, അതിനാനുപാതികമായിട്ട് മറ്റ് സ്റ്റാഫ്സിന്റെ എണ്ണവും കൂട്ടാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഒരുപാട് മോഡേൺ അമ്യൂണിറ്റീസ് ഇതിലേക്ക് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ സമഗ്രമായിട്ട്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പൊതു ആരോഗ്യ കേന്ദ്രങ്ങളെ ഒരു മെച്ചപ്പെട്ട ഡയഗ്നോസ്റ്റിക് കം ഒരു ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ആർദ്രം മിഷന്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് ഓർക്കുക, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം പ്രധാനപ്പെട്ടതാണ്. അത് ക്വസ്റ്റ്യൻസിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ആക്സസ് ടു കോംപ്രഹെൻസീവ് ഹെൽത്ത് സർവീസസ് ഫോർ മാർജിനലൈസ്ഡ് ആൻഡ് വൾണറബിൾ പോപ്പുലേഷൻ. ഓക്കെ, പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള ജനതയ്ക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൂടുതൽ സ്വീകാര്യമാക്കുക, അല്ലെങ്കിൽ കൂടുതൽ അക്സസിബിൾ ആക്കുക, അവർക്ക് അപ്രോച്ചബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശം ആർദ്ര മിഷനുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സർവീസസ് ഫ്രം പ്രൈമറി കെയർ സെറ്റിംഗ്സ് ടു ടെർഷറി സെറ്റിംഗ്സ്. ഓക്കെ, സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഈ ഹെൽത്ത് കെയർ സർവീസസിനെ പരിവർത്തനം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ആർദ്ര മിഷനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളത്. നോക്കൂ, 41/24 എന്നുള്ള ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡിൽ 38ാമത്തെ ചോദ്യമാണ്, ആർദ്ര മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ വർക്ക്ഷീറ്റിലൊന്ന് കാലിബ്രേറ്റ് ചെയ്യുക. പ്രസ്താവന ചോദ്യങ്ങളാണല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് എയിംസ് ടു അപ്ഗ്രേഡ് എക്സിസ്റ്റിംഗ് PHCs ടു FHCs. നമ്മളിപ്പോൾ പറഞ്ഞൊരു ഫീച്ചറാണ്, ഒബ്ജക്റ്റീവ് ആണെന്ത്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ FHCs ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? നമുക്ക് ഓപ്ഷൻ C എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് COVID-19 വാക്സിൻ ടു ഓൾ പീപ്പിൾ ഇൻ കേരള സ്റ്റേറ്റ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് എന്തിനില്ല? നമ്മുടെ ആർദ്രം മിഷൻ ഇല്ല. ആർദ്രം മിഷന്റെ ഉദ്ദേശം അതല്ല. SDG ഗോൾസ് 3 നടപ്പിലാക്കുക എന്നുള്ളതാണ് ആർദ്രം മിഷന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? B എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ D എലിമിനേറ്റ് ചെയ്യാം. അതിലെല്ലാം ആ സ്റ്റേറ്റ്മെന്റ് 2 വരുന്നുണ്ട്. സോ ആൻസർ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ A ആയി 1, 3 and 4. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റും അതിന്റെ അർത്ഥം
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കേ, ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു ഫീൽഡ് സ്റ്റാഫ്സ് ഓൺ നോൺ കമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് മാനേജ്മെന്റ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൂടെ തന്നെ ആ ഒരു ഫീച്ചർ പഠിക്കുക. പിന്നെന്താണ്, ഇറ്റ് എയിംസ് ടു ഡെവലപ്പ് ഫെസിലിറ്റീസ് ഫോർ ഫിറ്റ്നസ് ആൻഡ് യോഗ. അപ്പോൾ ഈ ഒരു ഫീച്ചർ ആർദ്രം മിഷന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കേരള PSC ചോദ്യത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ആർദ്രം മിഷൻ? നോട്ട് ട്രൂ ആണേ, ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഹ്യൂമൻ എറേഴ്സ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. നോട്ട് ട്രൂ എന്നാണ്. അപ്പോൾ ട്രൂ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഒരെണ്ണം നോട്ട് ട്രൂ ആയിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റിൽ വാലിഡും ബാക്കിയെല്ലാം ഇൻവാലിഡും ആയിരിക്കും. ഇവിടെ നോട്ട് എന്നുള്ളതാണ് വാലിഡ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ അക്രഡിഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണോ? സംസ്ഥാന തല ഒരു അക്രഡിഷൻ ഫെസിലിറ്റി പ്രോഗ്രാം ആയിട്ടാണോ ആർദ്രം മിഷൻ വന്നത്? അല്ല. SDG ഗോൾസ് 3ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സമഗ്രമായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയെ പരിഷ്കരിക്കുക, പരിവർത്തനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ ഓപ്ഷൻ A തെറ്റാണ്. തെറ്റായിട്ടുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ കാലിബ്രേറ്റ് ചെയ്യുമ്പം തെറ്റായിട്ടുള്ള സാധനം A ആണ്. ഓക്കെ, ഇനി B, വൺ ഓഫ് ദ 4 മിഷൻസ് അണ്ടർ നവകേരള മിഷൻ ആണ് ലൈഫ്, ആർദ്രം, ഹരിത കേരളം, അതുപോലെ തന്നെ മറ്റേ വിദ്യാഭ്യാസ മിഷൻ. ഇങ്ങനെ 4 മിഷൻസ് ആണ് ഇതിലുള്ളത്, നവകേരള മിഷനിലുള്ളത്. സോ B ശരിയാണ്, അതുകൊണ്ട് നമ്മൾ അത് എലിമിനേറ്റ് ചെയ്യുന്നു. ലോഞ്ച്ഡ് ഇൻ February 2017 ശരിയാണ്, നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. പ്രൈമറി ഫോക്കസ് ഈസ് ഓൺ SDG 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ശരിയാണ്, അത് എലിമിനേറ്റ് ചെയ്യുന്നു. സോ ആൻസർ ഏതാണ്? ആൻസർ തെറ്റായിട്ടുള്ളത് സ്റ്റേറ്റ് ലെവൽ അക്രഡിഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് അബൌട്ട് ആർദ്രം മിഷൻ? 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കിടപ്പുണ്ട്. ഏതൊക്കെയാ? ആർദ്രം എൻഷ്യൂസ്, ഇവിടെ എഗെയിൻ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാണ് ABCD. ആർദ്രം എൻഷ്യൂസ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ത്രൂ ആശ, WHNCS ആൻഡ് കുടുംബശ്രീ ഹെൽത്ത് വർക്കേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ മെയിൻ, ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കുക, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ മെയിൻ ഫോക്കസ് ഈസ് ടു അച്ചീവ് SDG 4 ശരിയാണോ? തെറ്റല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് എങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? B എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ C എലിമിനേറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ആൻസർ ഒന്നുകിൽ A അല്ലെങ്കിൽ D. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അല്ലേ, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം, പ്രൊവൈഡ് ആക്സസ് ടു കോംപ്രഹെൻസീവ് ഹെൽത്ത് സർവീസസ് ഫോർ മാർജിനലൈസ്ഡ് പോപ്പുലേഷൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് എന്താ പറയണ്ടേ, സമഗ്രമായ ഹെൽത്ത് കെയർ സർവീസസ് നൽകുക എന്നുള്ള ഉദ്ദേശം ഈ ആർദ്രം മിഷനുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. A എലിമിനേറ്റ് ചെയ്യാം, ആൻസർ D ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയായി അല്ലേ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു റീ എഞ്ചിനീയറിംഗ് PHC to FXs. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ഫീച്ചേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാണ് ലോഞ്ച് ചെയ്തത് February 2017. ഏത് SDG ഗോളാണ്? SDG 3. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ്? ഈ പറയുന്ന പോലെ PHC to FXC. ഈ 3 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാക്കി ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്നുള്ള ധാരണയിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിൽ എത്താൻ പറ്റുന്നുണ്ട് സോഫാർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അഗെയിൻ നോട്ട് ആണ്, ഹ്യൂമൻ എറർ വരരുത്. നോട്ട് എ സേലിയൻ ഫീച്ചർ ഓഫ് ആർദ്രം ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. ഇതാ നോക്കൂ, ശരിയല്ലാത്തതാണ്. ഓപ്ഷൻ A, B, C, D എന്ന് കാലിബ്രേറ്റ് ചെയ്യാം. റീ എഞ്ചിനീയറിംഗ് ഓഫ് PHC ടു ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ശരിയാണ്, അതുകൊണ്ട് നമ്മൾ അത് എലിമിനേറ്റ് ചെയ്യുന്നു. പീപ്പിൾ ഫ്രണ്ട്ലി ഔട്ട് പേഷ്യന്റ് സർവീസ് ശരിയാണ്, അതുകൊണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ആക്സസ് ടു ബേസിക് ഹെൽത്ത് സർവീസസ് ഫോർ ബാക്ക്വേർഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അത് മാർജിനലൈസ്ഡ് ആൻഡ് വൾണറബിൾ സെക്ഷൻ അല്ലേ, നമ്മൾ കണ്ടതല്ലേ അതൊരു ഒബ്ജക്റ്റീവ് ആണെന്നുള്ളത്. സോ അത് ശരിയാണ്, അതും എലിമിനേറ്റ് ചെയ്യുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ഇൻ താലൂക്ക് ഹോസ്പിറ്റൽസ് അല്ല, താലൂക്ക് ഹോസ്പിറ്റൽസ് തനിച്ച് താലൂക്ക് ഹോസ്പിറ്റലായിട്ട് തന്നെ നിൽക്കും. അത് ആർദ്രം മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഡ് ഓൺ അല്ല. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി താലൂക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്, അത് ആർദ്രം മിഷനുമായിട്ട് ബന്ധമില്ല. ആർദ്രം മിഷൻ മെയിനായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും അവിടെ തൊട്ടാണ്, മനസ്സിലായില്ലേ, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് മുകളിലോട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇതിൻ്റെ ഒരു ഫീച്ചർ അല്ല. സോ അത് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ഫീച്ചർ അല്ല? ആർദ്രം മിഷന്റെ ഫീച്ചർ അല്ല.